السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ ബഖറയുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബഖറയിൽ നിന്ന് 60 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി വെച്ചു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 61-ാമത്തെ ആയത്ത്. വഇദ് ഖുൽതും യാ മൂസ എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. വലിയ ആയത്ത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഞ്ഞും അതുപോലെ തന്നെ സെൽവയും ഒക്കെ ഇറക്കി കൊടുത്തു. നല്ല സുന്ദരമായ ജീവിതം. ആ സമയത്ത് ഒരുപാട് വിഷയങ്ങളിൽ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനോട് എതിര് കാണിച്ചു. വീണ്ടും അവർ അല്ലാഹുവിനോട് മൂസാ നബിയോട് പറഞ്ഞു, വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. യാ മൂസാ നബിയെ, ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ, ലൻ നസ്ബിറ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല, അലാ തആമിൻ വാഹിദിൻ ഐ നൗഇൻ മിന തആം, ഭക്ഷണത്തിൽപ്പെട്ട ഒരൊറ്റ ഇനം ഭക്ഷണത്തിന്റെ മേൽ മാത്രം ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഏതാ ഒരൊറ്റ ഇനം? ബഹുവൽ മന്നു വസ്സൽവ, മന്നു സെൽവ, നല്ല ഭക്ഷണം. കാടപ്പക്ഷിയുടെ ഇറച്ചി പോലത്തെ ഇറച്ചിയും നല്ല തേനും വെള്ളത്തേനും രാവിലെ ഇങ്ങനെ അവർക്ക് ഭക്ഷണത്തിന് ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് അങ്ങോട്ട് ഇറക്കി കൊടുക്കുമല്ലോ. എന്നും ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചപ്പോ അതിലും ആ നിയമത്തിലും അവർക്ക് തൃപ്തരാവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് എന്നും മനുഷ്യലായിട്ട് വെറുത്തുകണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ആവശ്യം ഒരൊറ്റ ഭക്ഷണം, ഈ ഭക്ഷണം മാത്രം, ഇതിന്റെ മേൽ മാത്രം ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മൂസാ നബിയെ, ഫദ്ഉ ലനാ റബ്ബക, ഫദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. റബ്ബക, താങ്കളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. യുഖ്രിജ് ലനാ, ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരാൻ വേണ്ടിയിട്ട്, ഷൈഅൻ, എന്തെങ്കിലും ഒരു വസ്തുവിനെ, മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന്, ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. മിൻ ബഖലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ, മിൻ എന്നുള്ളതിൽ ബയാൻ, ആ നേരത്തെ പറഞ്ഞതിനെ ബയാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് മിൻ. ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നത് എന്തിനാൽ? മിൻ ബഖലിഹാ, ബഖലി എന്ന് പറഞ്ഞാൽ ചീര, ചീരയാൽ. വഖിസ്സാഇഹാ, ഖിസ്സാ എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക, കക്കരിക്ക എന്ന് പറയും. വഖിസ്സാഇഹാ, കക്കരിക്കയാൽ, വെള്ളരിക്കയാൽ. വഫൂമിഹാ ഐ ഹിൻതതിഹാ, ഗോതമ്പിനാൽ, ഗോതമ്പ്. വഅദസിഹാ, പരിപ്പിനാൽ. വബസലിഹാ, ഉള്ളിയാൽ.
ഇങ്ങനെ ഭൂമി മുളപ്പിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണേ, നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. ഖാല ലഹും മൂസ, അപ്പോൾ അവരോട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, എല്ലാ നിഅമത്തിനും കുഫ്ർ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. എല്ലാ നിഅമത്തിനും കുഫ്ർ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്തു. അതിനൊക്കെ എതിരാ പ്രവർത്തിച്ചത്. അവസാനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു വന്ന അവർക്ക് ചെയ്ത നിഅമത്താണ് മഞ്ഞും സൽവയും ഇറക്കി കൊടുത്തു എന്നുള്ളത്. അതിനെയും അവർ നിഷേധിച്ചു. അതും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇനി പച്ചക്കറി മതി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, അവരോട് പറഞ്ഞു, അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം തേടുകയാണോ? അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം തേടുകയാണോ? അല്ലദീ ഹുവ അദ്നാ, ഏറ്റവും താഴ്ന്ന ഒന്നിനെ. അല്ലദീ ഹുവ അദ്നാ, അദ്നാന അഖസ്, മോശമായ താഴ്ന്ന ഒന്നിനെ നിങ്ങൾ തേടുകയാണോ? ബില്ലദി, ഒന്നിനു പകരമായിക്കൊണ്ട്, ഹുവ ഖൈറുൻ, അത് ഏറ്റവും ഖൈറാണ്, അഷ്റഫാണ്. അഷ്റഫായ ഏറ്റവും ഖൈറായ ഒന്നാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ നൽകിയിട്ടുള്ളത്. ഏത്? മന്നുസൽവ, നല്ല ഭക്ഷണം. ആ ഖൈറായ ഭക്ഷണത്തിന് പകരമായിക്കൊണ്ട് അഹസ്സായ താഴ്ന്ന ഭക്ഷണം നിങ്ങൾ പകരം തേടുകയാണോ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. അതായത് അതഖുദൂനഹു, നിങ്ങൾ ആ താഴ്ന്ന ഭക്ഷണത്തെ സ്വീകരിക്കുകയാണോ? ബദലഹു, ആ നല്ല അഷ്റഫായ ഭക്ഷണത്തിന് പകരമായിട്ട്. വൽ ഹംസത്തു ലിൽ ഇൻകാരി, അതസ്തബ്ദിലൂന എന്ന ഹംസ ഉണ്ടല്ലോ, അതസ്തബ്ദിലൂന, ആ ഹംസ ലിൽ ഇൻകാരി, ഇൻകാറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചോദിക്കുകയാണോ? നല്ലതിന് പകരമായി കൊണ്ട് ചീത്ത തിന്മ നിങ്ങൾ ചോദിക്കുകയാണോ? അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്ന ഇൻകാറിന് വേണ്ടിയിട്ടുള്ള ഹംസയാണ് അതസ്തബ്ദിലൂന എന്നതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫഅബൗ, അപ്പോൾ അവർ വിലങ്ങി. അയ്യർജിഉ, അവർ ആ വസ്തുവിൽ നിന്ന്, അവർ പറയപ്പെട്ട അവരോട് പറഞ്ഞതിൽ നിന്ന് അവർ പിന്മാറിയില്ല. അവരങ്ങനെ ചെയ്യാൻ, ആ പറഞ്ഞതുപോലെ ചെയ്യാൻ അവർ വിലങ്ങി. അവർ ചോദിക്കുക തന്നെ ചെയ്തു, ഞങ്ങൾക്ക് പച്ചക്കറി മതി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫഖാല തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാം, ഇഹ്ബിതു മിസ്റൻ, ഇഹ്ബിതു ഇൻസിലു, നിങ്ങൾ ഇറങ്ങിക്കോളൂ. മിസ്റൻ, പട്ടണത്തിലേക്ക് ഇറങ്ങിക്കോളൂ. മിസ്റം മിനൽ അംസാർ, പട്ടണങ്ങളിൽപ്പെട്ട ഒരു പട്ടണത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഫഇന്ന ലക്കും, തീർച്ചയായിക്കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കും. ഫീഹി, ആ മിസ്റിൽ, ആ പട്ടണത്തിൽ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് കിട്ടും. മാ സഅൽതും, നിങ്ങൾ എന്തെന്നാണോ ചോദിച്ചത്, ആ ചോദിച്ചത് നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കും. മിനൻ നബാത്തി, എന്തിനാൽ? മിനൻ നബാത്തി, ചെടികളാൽ. നിങ്ങൾ പറയപ്പെട്ട ഈ ചെടികൾ ഉണ്ടല്ലോ, മിൻ ബഖലിഹാ വ ഖിസ്സായിഹാ വ ഫൂമിഹാ വ അദ്സിഹാ വ ബസലിഹാ, ഇതൊക്കെ അവിടെ നിന്ന്, ആ മിസ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് പട്ടണത്തിലേക്ക് ഇറങ്ങിക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ജുഇലത് അലൈഹിം ദില്ലത്തു വൽ മസ്കന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ജുഇലത് അലൈഹിം, അവരുടെ മേൽ നമ്മൾ സ്ഥാപിച്ചു, അവരുടെ മേൽ നമ്മൾ ആക്കി. അസ്ദില്ലത്തു, നിന്ദ്യത. അസ്ദല്ലു വൽ ഹവാൻ, നിന്ദ്യതയും നിസ്സാരതയും. നിന്ദ്യത, ഹവാൻ നിസ്സാരത. അവരുടെ മേൽ നമ്മൾ നിന്ദ്യതയും നിസ്സാരതയുമാക്കി. കാരണം ഇത്രയും നല്ല ഗുണം ചെയ്തിട്ട് അതും അവർ തട്ടിത്തെറിപ്പിച്ച് വീണ്ടും പച്ചക്കറി വേണമെന്ന് ആവശ്യപ്പെട്ടു. മൂസാ നബി വീണ്ടും ചോദിച്ചു, അങ്ങനെ ചോദിക്കണോ? അപ്പൊ അവർ അതന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അതോടുകൂടി അവർക്ക് നിന്ദ്യതയും അതുപോലെ തന്നെ മസ്കന, ഹവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ സ്ഥാപിച്ചു. മാത്രമല്ല വൽ മസ്കന, മസ്കനത്ത് എന്ന് പറഞ്ഞാൽ ഐ അസറൽ ഫഖരി, ദാരിദ്ര്യത്തിന്റെ അടയാളം. അവരുടെ മേൽ നമ്മൾ ദാരിദ്ര്യത്തെയും സ്ഥാപിച്ചു, ദാരിദ്ര്യത്തെയും ആക്കി. ഫഖറിന്റെ, ദാരിദ്ര്യത്തിന്റെ അടയാളം. മിനസ്സുകൂൻ, സകന യസ്കുനു എന്ന വാക്കിൽ നിന്ന്, സുക്കൂനിൽ നിന്നാണ് മസ്കനത്ത് ഉണ്ടായത്. ആ മസ്തറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, ദാരിദ്ര്യം എന്നുള്ള
ആ മസ്ദറിൽ നിന്നാണ് മസ്കനത്ത് എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. വൽ ഖിസിയും നിന്ദ്യതയുമാക്കി കൊടുത്തു. വളുരിബത അലൈഹിമുൽ ദില്ലത്തു വൽ മസ്കന ദാരിദ്ര്യവും അതുപോലെ തന്നെ വൽ ഖിസിയും നിന്ദ്യതയും ആക്കി കൊടുത്തു. ഫഹിയ ലാസിമത്തുൽ ലഹും അത് അവരുടെ മേൽ നിർബന്ധവുമാണ്, അവരുടെ മേൽ അടിച്ചു വെച്ചിട്ടുമുണ്ട്. ആ നിന്ദ്യതയും അതുപോലെ തന്നെ മസ്കനത്തും അവരുടെ മേൽ അടിച്ചു വെക്കുകയും ചെയ്തു. വൈങ്കാനു അഗനിയ അവർ പുറമേ കാണുമ്പോൾ എന്താണ് അഗനിയാക്കളാണെങ്കിലും ധനികന്മാരാ പോലെയാണെങ്കിലും അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്കനത്തിന്റെ ഒരു അടയാളം, ദാരിദ്ര്യത്തിന്റെ ഒരു അടയാളം അടിച്ചു വെച്ചു. ലുസൂമ ദിർഹമിൽ മദ്റൂബി ബിസിക്കതിഹി ഏതുപോലെയാണ് അള്ളാഹു അവരുടെ മേൽ മസ്കനത്ത് ആക്കിയത്. അതായത് നമ്മള് ഒരു നാണയത്തിന്റെ പ്രതലത്തിൽ നാണയമുണ്ടല്ലോ, ആ നാണയത്തിന്റെ പ്രതലത്തിൽ ദിർഹമിന്റെ അടയാളം നമ്മൾ അടിച്ചു വെക്കുന്നത് പോലെ നാണയത്തിന്റെ പ്രതലത്തിൽ ഒരു 50 പൈസ ആണെങ്കിൽ 50 പൈസയുടെ മുകളിൽ 50 പൈസ എന്ന് അടിച്ചു വെക്കും. അതുപോലെ നാണയത്തിന്റെ മുകളിൽ ദിർഹമിന്റെ മുകളിൽ നമ്മൾ ആ നാണയത്തിന്റെ വില അല്ലെങ്കിൽ ദിർഹമിന്റെ അടയാളം അടിച്ചു വെക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുകളിൽ, അവര് അഗ്നിയാക്കളാണെങ്കിലും അവരുടെ മുകളിൽ മസ്കനത്ത് അടിച്ചു വെച്ചു, യുസൂമാക്കി എന്നർത്ഥം. മനസ്സിലായല്ലോ? ഇനി അവർക്ക് മടങ്ങേണ്ടി വന്നു. അല്ലാഹുവിന്റെ ദേഷ്യത്തോടുകൂടെ അവർക്ക് ദേഷ്യവുമായി കൊണ്ട് മടങ്ങേണ്ടി വന്നു. ഇത് അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ മസ്കനത്തിനെ അടിച്ചു വെക്കലും ഈ ദേഷ്യവുമൊക്കെ അവർ ആണ് എന്ന കാരണത്താലാണ്. കാനു അവരായിരുന്നു യക്ഫുറൂന ബിആയാത്തില്ലാഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് കളവാക്കുന്നവരായിരുന്നു, നിഷേധിക്കുന്നവരായിരുന്നു. വയഖതുലൂന നബിയ്യീന മാത്രവുമല്ല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വയഖതുലൂന നബിയ്യീന അമ്പിയാക്കളെ അവർ കൊല്ലുന്നവരുമായിരുന്നു, നബിമാരെ കൊല്ലുന്നവരുമായിരുന്നു. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. സക്കരിയ വയഹ്യ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, വയഹ്യ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ ഈ നബിമാരെയൊക്കെ അവർ കൊന്നിട്ടുണ്ട്. ചരിത്രം മുമ്പ് പഴയ കാലങ്ങളിൽ ബിഗൈരിൽ ഹഖ്, ഹഖ് കൂടാതെ അക്രമപരമായി കൊണ്ട് ഒരു കാരണവും കൂടാതെ ആവശ്യമില്ലാതെ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊന്ന പാരമ്പര്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഗളബും അള്ളാഹുവിന്റെ ഗർബും അവർക്കുണ്ടാവാനുണ്ടായ കാരണം. അക്രമപരമായി കൊണ്ടാണ് അവരൊക്കെ വധിച്ചത്. ഇത് ഈ ലറബും അതുപോലെ തന്നെ ഒളവും ഒക്കെ അവർക്ക് ഉണ്ടാവുന്നത് ബിമാ അസൗ അവർ എതിര് പ്രവർത്തിച്ചത് കാരണമായിട്ടാണ്. ബിമാ അസൗ അവർ എതിര് പ്രവർത്തിച്ചത് കാരണമായി കൊണ്ടാണ്. വകാനു യഅതദൂൻ വകാനു അവർ ആയിരുന്നു യഅതദൂന യതജാവസൂനൽ ഹദ്ദ പരിധിയെ വിട്ടുകിടക്കുന്നവരായിരുന്നു. നാം നിശ്ചയിച്ച അള്ളാഹുവിന്റെ ബോർഡറിനെ വിട്ടുകിടക്കുന്ന ആളുകളായിരുന്നു അവർ. ഫിൽ മനാസി തെറ്റിന്റെ വിഷയത്തിൽ ഇതുവരെ പോകാൻ പാടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തെറ്റ്, ആ തെറ്റിന്റെ വിഷയത്തിൽ അള്ളാഹു നിശ്ചയിച്ച ബോർഡർ പരിധി വിട്ടുകിടക്കുന്നവരായിരുന്നു. വകറഹു നേരത്തെ പറഞ്ഞതിനെ വീണ്ടും ആവർത്തിച്ചത് തഅക്കീദിന് വേണ്ടിയിട്ടാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നും വിശ്വാസികൾക്കായ ആളുകൾക്ക് സാന്ത്വനമുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇനി അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പോകുന്നത്. ഇന്നല്ലദീന ആമനൂ നിശ്ചയമായി കൊണ്ടും സത്യവിശ്വാസികളായ ആളുകൾ, ആമനൂ എന്ന് പറഞ്ഞാൽ ആമനൂ ബിൽ അംബിയാഇ മിൻ ഖബ്ൽ മുമ്പേ അംബിയ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരായ ആളുകൾ, വല്ലദീന ഹാദു ഹുമുൽ യഹൂദ് ആ ഹാദു പറഞ്ഞാൽ അത് യഹൂദികളാണ്, യഹൂദികളായ ആളുകളും, വല്ലദീന ഹാദു യഹൂദികളായ ആളുകളും, ഹുമുൽ യഹൂദ് അത് യഹൂദികളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്.
വന്നസ്വാറ നസ്വാറാക്കളും നസ്വാറാക്കളും വസ്വാബീന സ്വാബീന വിഭാഗവും. ആരാ സ്വാബീങ്ങൾ എന്ന് പറഞ്ഞാല്? ഹും അവര് ത്വാഇഫത്തുൻ മിനൽ യഹൂദി അവിൻ നസ്വാറ യഹൂദികളിൽ നിന്നുള്ള ഒരു വിഭാഗമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നസാറാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. യഹൂദികളിൽ നിന്നും നസാറാക്കളിൽ നിന്നും പുറപ്പെട്ട അവരിൽ നിന്നും മറ്റുള്ള ഒരു വിഭാഗമാണ്, അവരിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വിഭാഗമാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും സ്വാബീയങ്ങളും നസാറാക്കളും യഹൂദികളും അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിച്ച ആളുകളും തീർച്ചയായും അവര് മൻ ഒരുത്തരാകുന്നു ആമന മിൻഹും അവരിൽ നിന്നും വിശ്വസിച്ചിരിക്കുന്നു ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് അവരിൽ നിന്നും വിശ്വസിച്ച ആളുകൾ കൊണ്ട് ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടും വൽ യൗമിൽ ആഖിരി അന്ത്യനാൾ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ച ആളുകൾ കൊണ്ട് എപ്പോ ഫീ സമീ നബിയിന നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ കാലത്ത് അവരെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ കൊണ്ട് വഅമില സ്വാലിഹൻ മാത്രമല്ല നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. വഅമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. ബിശരീഅതിഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് കൊണ്ട് വിശ്വസിക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് കൊണ്ട് അമൽ ചെയ്യുകയും ചെയ്ത ആളുകൾക്കുണ്ട് ഫലഹും അവർക്കുണ്ട് അജ്റുഹും അവരുടെ അമലിന്റെ കൂലികൾ ഐ സവാബു അഅമാലിഹിം അവർ ചെയ്ത അമലുകൾക്കുള്ള കൂലികൾ അവർക്ക് നൽകപ്പെടും. ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ. വലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ ആശങ്ക വേണ്ട, അവരുടെ മേൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വലാ ഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടതുമില്ല, അവർ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. മുസ്ലിമീങ്ങളായ യഹൂദികളായ നസ്രാക്കാർ ആളുകളിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ചുകൊണ്ട് പ്രവാചകന്റെ ശരീഅത്ത് കൊണ്ട് അമൽ ചെയ്ത ആളുകൾക്ക് റസൂലിന്റെ കാലഘട്ടത്തിൽ മുമ്പേ അവർക്ക് അറിയാലോ, ആ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ റസൂൽ വന്നതോടുകൂടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് കൊണ്ട് അനുസരിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹുവിൽ കൂലിയുണ്ട് എന്നർത്ഥം. റൂഇയ ഫീ ളമീരി ആമന വഅമില ശ്രദ്ധിക്കുക, റൂഇയ പരിഗണിക്കപ്പെട്ടു ഫീ ളമീരി ആമന വഅമില. നമ്മൾ ആയത്തിൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി അവിടുത്തെ ആമനയിലും വഅമില സ്വാലിഹൻ എന്നുള്ള അമിലയിലും ആ രണ്ട് ഫിഅലുകളിലും പരിഗണിക്കപ്പെട്ടു ലഫ്ളു മൻ. മൻ എന്ന ലഫ്ള് ആണ് പരിഗണിക്കപ്പെട്ടത്. മൻ എന്ന ലഫ്ള് പരിഗണിക്കുമ്പോൾ അതുകൊണ്ട് മുഫ്രദാക്കി പറയേണ്ടി വരും. മുഫ്രദിന്റെ അർത്ഥമാണുള്ള ലഫ്ലായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാല് മുഫ്രദ് കുല്ലു വാഹിദിൻ മിൻഹും എന്ന ഉദ്ദേശം മനസ്സിലാവുണ്ടല്ലോ. കുല്ലു വാഹിദിൻ മിൻഹും നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സുകളിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൂഇയ ഫീ ളമീരി മൻ, മൻ എന്ന ളമീർ റൂഇയ ഫീ ളമീരി ആമന, ആമന എന്ന ളമീറിൽ പരിഗണിക്കപ്പെട്ടു. അമില, അമില എന്ന ഈ രണ്ട് ഫീൽ, ആമന അമില എന്ന രണ്ട് ഫീലുകളിലെ ളമീർ പരിഗണിച്ചത് മൻ എന്ന് തന്നെയാണ്. ആമന മൻ, അമില മൻ. അപ്പൊ ആ മൻ എന്നുള്ളത് അവിടെ മുഫ്രദ് ലഫ്ളാണ് ഉദ്ദേശിക്കുന്നത്. ആമനയുടെ മന്നിന്റെ ലഫ്ലിയായ അർത്ഥം മുഫ്രദായിട്ടാണ് ഉപയോഗിക്കുക. കുല്ലു വാഹിദിൻ മിൻഹും എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാ അവരിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരും എന്നർത്ഥം. അപ്പൊ ലഫ്ലായിട്ട് ഉപയോഗിച്ചത് മുഫ്രദായിട്ട് ഉപയോഗിച്ചത്. വഫീമാ ബഅദഹു അതിന് ശേഷമുള്ളത് ഏത്? ആമനക്കും അമിലക്കും ശേഷമുള്ളിടത്ത് എവിടൊക്കെ ഫലഹും അജ്റുഹും ഉണ്ടല്ലേ, അവിടൊക്കെ മഅനാഹ മന്നിന്റെ മഅനയാണ് ഉപയോഗിച്ചത്. മന്നിന്റെ മഅനാവുമ്പോ ജംഇന്റെ അർത്ഥം ഉപയോഗിക്കും. മന്നിന്റെ മഅനയാണ് പരിഗണിച്ചത്. അപ്പൊ ജംആക്കി പറഞ്ഞു, ജംആണ് അർത്ഥം. മനസ്സിലായിട്ടുണ്ടായിരിക്കും. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു പോയ വിഷയമാണ് മന്നിന്റെ ലഫ്ലിയായ അർത്ഥവും മന്നിന്റെ മാനവിയായ അർത്ഥവും. മന്ന് ലഫ്ലിയായിട്ട് ഉപയോഗിക്കുമ്പോൾ മുഫ്രദായിട്ട് ഉപയോഗിക്കും, മന്ന് മാനവിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ജംഇന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കും. മനസ്സിലായല്ലോ. ഇനി വഇദ് ഖുൽനാ വഇദ് അഖദ്നാ മീസാഖക്കും വഇദ് അഖദ്നാ മീസാഖക്കും നോക്കാം. വഇദ് വദ്കുറു നിങ്ങൾ ഓർക്കുവിൻ, വദ്കുറു നിങ്ങൾ ഓർക്കുവിൻ.
നാം സ്വീകരിച്ച സന്ദർഭത്തിൽ മീസാഖക്കും നിങ്ങളുടെ കരാറിനെ നിങ്ങളുടെ കരാറിനെ നാം സ്വീകരിച്ച സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുക. അഹദക്കും നിങ്ങളുടെ കരാറ് എന്തുകൊണ്ട്? ബിൽ അമലി ബിമാ ഫി തൗറാത്തി, തൗറാത്തിൽ കൊണ്ടുവന്ന ഒന്നുകൊണ്ട് ഞങ്ങൾ അമൽ ചെയ്തോളാം, ഞങ്ങൾ പ്രവർത്തിച്ചോളാം എന്നതുകൊണ്ട് നിങ്ങൾ നമ്മോട് കരാർ നടത്തിയിട്ടുണ്ട്, ഒരു കരാർ നടത്തിയിട്ടുണ്ട്. ആ കരാറിനെ നിങ്ങൾ ഓർക്കുക. തൗറാത്തിൽ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചോളാം. വഖദ് റഫഅനാ ഫൗഖഹും അത്തൂറ, വഖദ് റഫഅനാ നിശ്ചയമായി കൊണ്ടും നമ്മൾ ഉയർത്തി വെച്ചിട്ടുണ്ട്, ഫൗഖഹും നിങ്ങൾക്ക് മുകളിൽ, അത്തൂറ അൽ ജബല പർവ്വതത്തെ നിങ്ങൾക്ക് മുകളിൽ നമ്മൾ പർവ്വതത്തെ ഉയർത്തി വെച്ചിട്ടുണ്ട്. യഖ്തലൈനാഹു നമ്മൾ ആ പർവ്വതത്തെ പറിച്ചെടുത്തു, മിൻ അസ്ലിഹി അതിന്റെ അടിവേരോടെ, അസ്ലോട് കൂടെ നാം പറിച്ചെടുത്തു, അലൈക്കും നിങ്ങളുടെ മേൽ ഇടാൻ വേണ്ടി നമ്മൾ പറിച്ചു കൊടുത്തു. ലമ്മ അബൈതും ഖബൂലഹ, നിങ്ങൾ എപ്പോഴാണോ തൗറാത്തിനെ സ്വീകരിക്കാൻ വിലങ്ങിയത് ആ സമയത്ത് നിങ്ങളുടെ മുകളിൽ നമ്മൾ പർവ്വതത്തെ പറിച്ചെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. വഖുൽന നമ്മൾ പറയുകയും ചെയ്തു, ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ, ഖുദൂ നിങ്ങൾ പിടിച്ചോളി, മുറുകെ പിടിച്ചോളി, മാ ആതൈനാകും നാം നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒന്നിനെ, ബിഖുവ്വത്തിൻ സീരിയസ് ആയിക്കൊണ്ട്, അധ്വാനിച്ചുകൊണ്ട്, ബിജിദ്ദിൻ വജിതിഹാദിൻ അധ്വാനത്തോടെയും പരിശ്രമത്തോടെയും നാം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒന്നിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്ന് നമ്മൾ പറയുകയും ചെയ്തു. വദ്കുറു മാത്രമല്ല നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പറയണം, മാഫീഹി അതിലുള്ള ഒന്നിനെ, ആ ഗ്രന്ഥത്തിലുള്ള ഒന്നിനെ, തൗറാത്തിൽ ഉള്ള ഒന്നിനെ നിങ്ങൾ പറയുകയും വേണം, ഓർക്കുകയും വേണം. ബിൽ അമൽ ബിഹി ആ പറയപ്പെട്ട ഒന്നുകൊണ്ട് അമൽ ചെയ്യൽ കൊണ്ട്, പ്രവർത്തിക്കൽ കൊണ്ട്. ലഅല്ലകും തത്തഖൂൻ ഇതൊക്കെ ചെയ്തു എന്തിനു വേണ്ടിയിട്ടാ? ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നവരാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കുന്നവരാവാൻ വേണ്ടിയിട്ട്. അബിൽ മായസി അല്ലെങ്കിൽ തെറ്റുകളെ, നരകത്തെയും തെറ്റുകളെയൊക്കെ സൂക്ഷിക്കുന്നവരാവാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ വിജയിക്കുന്നവരാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ പറഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കണേ. മനസ്സിലാവുന്നുണ്ടല്ലോ? സുമ്മതവല്ലൈതും അങ്ങനെ നിങ്ങൾ നമ്മളോട് കരാർ ചെയ്ത് തൗറാത്തിൽ ഉള്ള ഒന്നുകൊണ്ട് ഞങ്ങൾ അമൽ ചെയ്തോളാം എന്ന് പറഞ്ഞതിന് ശേഷം സുമ്മതവല്ലൈതും പിന്നെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. ആറൽത്തും തിരിഞ്ഞു കളയാം. ആറൽത്തും നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. ഈ മീസാഖിന് ശേഷം, ഈ ഉടമ്പടിക്ക് ശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. അനിത്വാഅത്തി ത്വാഅത്തിനെ തൊട്ട് അല്ലാഹുവിനെ ഭയപ്പെടാതെ നിന്നു. ഇങ്ങനെ ഭയപ്പെട്ടോളാം, ഇങ്ങനെ ചെയ്തോളാം, ജീവിച്ചോളാം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നർത്ഥം. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും അല്ലാഹുവിന്റെ ഫദ്ലില്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മതുഹു അല്ലാഹുവിന്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ, ലക്കും നിങ്ങൾക്ക് എങ്ങനെ കരുണ ചെയ്യാം? ബിത്തൗബത്തി നിങ്ങളുടെ തൗബ സ്വീകരിക്കൽ കൊണ്ട്, ഔ ബിതഅഖീറിൽ അദാബി അല്ലെങ്കിൽ ശിക്ഷയെ നിങ്ങൾ തൊട്ട് പിന്തിപ്പിക്കുന്നത് കൊണ്ട്, ശിക്ഷ നിങ്ങൾക്ക് നൽകാതെ പിന്തിപ്പിച്ചു, നിങ്ങളുടെ തൗബ സ്വീകരിച്ചു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ റഹ്മത്തും ഫദ്ലും ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ലകുൻതും മിനൽ ഖാസിരീൻ, ലകുൻതും നിങ്ങൾ ആകുമായിരുന്നേനെ, മിനൽ ഖാസിരീൻ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകുമായിരുന്നേനെ, പരാജിതരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകുമായിരുന്നേനെ, അൽ ഹാലിക്കീൻ നശിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകുമായിരുന്നേനെ എന്നർത്ഥം. വലഖദ് അലിംതും, വലഖദ് അലിംതും അലാമ ഇൽ ഖസമി ഖസമിന് വേണ്ടിയിട്ടാ. അപ്പോൾ വല്ലാഹി അല്ലാഹു ആണ് സത്യം. ഖദ് അലിംതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അറഫ്തും നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു, അല്ലദീന ഇതദൗ മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതിക്രമം കാണിച്ച ആളുകളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലദീന ഒരു കൂട്ടരെ, തജാവസു അൽ ഹദ്ദ പരിധിയെ വിട്ടുകിടന്ന ആളുകൾ,
പരിധി ലംഘിച്ച ആളുകളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലദീന ഇഅ്തദൗ മിൻകും, നിങ്ങളിൽ നിന്നും അതിക്രമം കാണിച്ച ആളുകളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഫിസ്സബതി, ശനിയാഴ്ച ദിവസത്തിൽ. ഫിസ്സബതി, ശനിയാഴ്ച ദിവസത്തിൽ. എന്താ ഈ ശനിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്? ശനിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശനിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമുണ്ട്. എന്താണ് ആ വിഷയം? ബനൂ ഇസ്രായേലിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു പരീക്ഷണം എന്നോണം അവരുടെ പ്രാർത്ഥനാ ദിവസമായ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു അന്നത്തെ അവർ കൊണ്ടു നടന്ന ദിവസമാണ് ശനിയാഴ്ച. ആ ശനിയാഴ്ച ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു. ഇതൊരു പരീക്ഷണമായിരുന്നു. അങ്ങനെ ആ പരീക്ഷണത്തെ ആദ്യം അവർ സ്വീകരിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന അവർ സ്വീകരിച്ചു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവർക്ക് പരീക്ഷണമായി വേറൊരു കാര്യം കൂടി കൊടുത്തു. എന്താ? അവര് മീൻ പിടിക്കുന്ന ദിവസം ഉണ്ടല്ലോ, മീൻ പിടിക്കുന്ന ദിവസങ്ങൾ, ശനിയാഴ്ച അല്ലാത്ത ബാക്കിയുള്ള ദിവസമൊക്കെ മീൻ പിടിക്കുമല്ലോ. ആ ദിവസങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മീൻ എന്ന് കാണാൻ ശനിയാഴ്ച കാണാം. ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന് പറഞ്ഞാണ് ആ ദിവസം തന്നെ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോ കടലിൽ അവര് മീൻ പിടിക്കുന്ന സ്ഥലത്തുണ്ടാവും നല്ല മീനുകളെ കാണാം. അത് അല്ലാഹു അവർക്ക് പരീക്ഷണമായിട്ട് കൊടുത്തായിരുന്നു. മീൻ പിടിക്കുക എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തു. മീനുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടാ, അവരങ്ങനെ കാണും. ആ സമയത്ത് പിശാച് അവർക്ക് ദുർബോധനം നടത്തി. അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങളോട് ശനിയാഴ്ച മീൻ പിടിക്കരുതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ബാക്കിയുള്ള ദിവസമൊക്കെ മീൻ പിടിക്കാറ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കടലിന്റെ സൈഡിൽ ഒരു ചാലുണ്ടാക്കി. ആ ചാലുണ്ടാക്കിയിട്ട് നിങ്ങൾ ആ ചാലുണ്ടാക്കിയിട്ട് അതിൽ വല്ല ഭക്ഷണമോ കാര്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ മീനുകളൊക്കെ ആ ചാലിലേക്ക് കയറി നിൽക്കും. അപ്പൊ ആ ചാലിന്റെ മുഖം പോയിട്ട് നടക്കാം. അപ്പൊ നിങ്ങളെ മീനുകളെ പിടിക്കണമെന്നില്ല, മീനുകളെ വെറുതെയായി. മീനുകളെ ശനിയാഴ്ച കഴിഞ്ഞിട്ട് വേറെ നിലക്ക് ദിവസം പോയി പിടിച്ചാൽ മതിയല്ലോ എന്ന് ശൈത്താൻ അവർക്ക് ദുർബോധനം നടത്തിയത്. അങ്ങനെ ശൈത്താന്റെ വഴിയിൽ അവർ അകപ്പെട്ടു എന്നും അവരുടെക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ ദേഷ്യപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതാണ് ശനിയാഴ്ചയുടെ വിഷയം പറഞ്ഞത്. മനസ്സിലായല്ലോ? അല്ലദീന ഇഅ്തദൂ മിൻകും ബിസ്സബ്തി, ശനിയാഴ്ച ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതിക്രമം കാണിച്ച ആളുകളെ നിങ്ങൾക്കറിയാം. എങ്ങനെ? ബിസ്വൈദിസ് സമക്കി, മത്സ്യത്തെ വേട്ടയാടൽ കൊണ്ട്, മത്സ്യത്തെ പിടിക്കൽ കൊണ്ട്. വഖദ് നഹൈനാഹും അൻഹു, തീർച്ചയായിക്കൊണ്ടും ആ മത്സ്യത്തെ പിടിക്കുന്നതിൽ നിന്ന് നാം അവരെ നിരോധിച്ചിട്ടുണ്ട്. മീനെ പിടിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അവർ അതിനെ പിടിക്കുകയും ചെയ്തു. വഹും, അവര് അഹ്ലു ഐല, അവർ ഐല ദേശവാസികളാണ്. ഐല എന്നുമുണ്ട്, ഈരത്ത് എന്നുമുണ്ട്. അതൊരു പ്രദേശമാണ്, ഒരു നാടാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായമാണ് അവര് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു അവർക്ക്, അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ട് കൊടുത്തതായിരുന്നു. ശനിയാഴ്ച ദിവസം വേട്ടയാടൽ അവരുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. പിന്നെ ശനിയാഴ്ച ധാരാളം മത്സ്യങ്ങൾ അവർ കാണാനിടയായി. അവര് ആദ്യം അനുസരിച്ചു. അപ്പൊ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ആ ശനിയാഴ്ച ദിവസം ഏത് ദിവസമാണോ മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞത് ആ ദിവസം കൂടുതൽ മീനുകൾ അവർ കാണാനിടയായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് ഹിക്മത്ത് ഉപയോഗിച്ചു. ശൈത്താന്റെ നിർദ്ദേശപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹിക്മത്ത് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു അവരുടെ മേൽ ദേഷ്യം പിടിച്ചു, കോപിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ അക്രമം കാണിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും വിട്ട് അവിടെയും അവർ ഹിക്മത്ത് സ്വതന്ത്രം പ്രയോഗിച്ചപ്പോ നാം പറഞ്ഞു, ലഹും അവരോട് പറഞ്ഞു, കൂനു നിങ്ങൾ ആകുവീൻ ഖിറദതൻ ഖാസിഈൻ, നിന്ദ്യരായ കുരങ്ങന്മാരായിക്കോളി, കുരങ്ങന്മാരായി മാറിക്കോളി എന്ന് പറഞ്ഞു. മുബഅദീന അകറ്റപ്പെട്ട ആളുകളായിക്കൊണ്ട്, അനിർ റഹ്മത്തി അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അകറ്റപ്പെട്ട നിന്ദ്യരായ കുരങ്ങന്മാരായി മാറിക്കോളി എന്ന് പറഞ്ഞു. ഫകാനൂഹ, അങ്ങനെ അവരൊക്കെയും ആ കുരങ്ങന്മാരായി മാറുകയും ചെയ്തു. അവരൊക്കെ കുരങ്ങന്മാരായി.
വഹലകൂ അങ്ങനെ കുലകന്മാരായി കാലാകാലം ജീവിച്ചിട്ടില്ല. വഹലകൂ അവർ മരിക്കുകയും ചെയ്തു. ബഅദ സലാസത്തി അയ്യാം 3 ദിവസങ്ങൾക്ക് ശേഷം അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അദാബുകളിൽ നിന്നും മറ്റൊക്കെ സൽപാന്താവിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. നിങ്ങളെല്ലാവരും നിർബന്ധമായി പാഠഭാഗങ്ങൾ അർത്ഥം വെച്ച് പേഴ്സണലായി എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരണം. അള്ളാഹു നാഫിയായ ഇൽമ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.